2025 ഓഗസ്റ്റ് മാസം 23 കർണാടകയിലെ മൈസൂറിന് സമീപമുള്ള ഷാലി ഗ്രാമത്തിലെ ഒരു ലോഡ്ജിൽ നിന്നും ഒരാൾ പോലീസിനെ വിളിച്ചു. സർ, ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് വരണം, ഇവിടെ ഒരു വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട്. പോലീസ് ചോദിച്ചു, എന്താണ് സംഭവം, പറയാൻ. ഈ ലോഡ്ജിലെ ഉടമയും, ഇല്ല സർ, ഫോണിലൂടെ പറയാൻ സാധിക്കില്ല, വേഗം തന്നെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു. പോലീസ് സംഭവ സ്ഥലത്തെത്തി. ഉടമ അവരെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുറി അടഞ്ഞു കിടക്കുകയാണ്, പക്ഷെ അകത്തു നിന്നും കനത്ത പുക ഉയരുന്നുണ്ട്. പോലീസ് ഇപ്പൊ ചിന്തിച്ചു, തീ പിടിച്ചതാണോ? ഉടമ പറഞ്ഞു, അല്ല സാർ, അകത്തൊരു സ്ത്രീ മരിച്ചു കിടക്കുകയാണെന്ന്. ജനാലയിലൂടെ നോക്കിയപ്പോൾ കട്ടിലിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടു. അവളുടെ വായിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ട്. തൊട്ടടുത്ത് മൊബൈലും ചാർജറും പൂർണ്ണമായും പൊട്ടി കത്തിക്കരിഞ്ഞ നിലയിൽ. ആദ്യമൊക്കെ എല്ലാവർക്കും തോന്നിയത് ഫോൺ പൊട്ടിത്തെറിച്ച് സ്ത്രീ മരിച്ചിട്ടുണ്ടാകും എന്ന്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ പുകയുടെ മണം പരിശോധിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇത് ഫോണോ ചാർജറോ പൊട്ടിത്തെറിച്ചതിന്റെ മണം അല്ല, ഇവിടെ എന്തോ ഒരു വെടിമരുന്ന്, ഒരു സ്ഫോടന വസ്തുവിന്റെ മണമാണ് ഇതെന്ന്. അതിനാൽ ആ മുറി പൂട്ടി ഫോറൻസിക് ടീമിനെ വിളിച്ചു. ഇതേ സമയം ഈ മരിച്ച സ്ത്രീയുടെ ഐഡന്റിറ്റി ലോഡ്ജ് ഉടമയിൽ നിന്നും പോലീസ് വാങ്ങുന്നു. ഉടമ പറഞ്ഞത് ആ പെൺകുട്ടിയുടെ പേര് ദർശിത, ഭർത്താവ് സിത്താരാജ്. ഇവർ ഇന്നലെ രാത്രി ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്തു. അതായത് ഓഗസ്റ്റ് മാസം 22-ാം തീയതി രാത്രി ലോഡ്ജിലേക്ക് വന്ന് ചെക്ക് ഇൻ ചെയ്തിരുന്നു. പക്ഷെ അകത്തിപ്പോ ഭാര്യ മാത്രമേ ഉള്ളൂ. എന്നാൽ വന്നതിൽ സ്ത്രീ മാത്രമാണ് ഇവിടെ മരിച്ചു കിടക്കുന്നത്. ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ ഇപ്പോഴും ഈ ലോഡ്ജിൽ തന്നെ ഉണ്ടെന്നും പറഞ്ഞു. അയാളെ വിളിച്ചു വരുത്തിയപ്പോൾ അയാൾ പറഞ്ഞത്, മരിച്ചു കിടക്കുന്നത് എന്റെ ഭാര്യയാണ്, അവൾ എന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടു, വാങ്ങാനായി ഞാൻ ഹോട്ടലിലേക്ക് പോയതാണ്. പക്ഷെ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ മുറിയിൽ നിന്നും പുക വരുന്നതാണ് കണ്ടത്. വാതിൽ അകത്ത് നിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു. ബലമായി തുറന്നപ്പോൾ കണ്ടത് മൊബൈലും ചാർജറും പൊട്ടി ഭാര്യയുടെ മുഖത്ത് മുഴുവനും പരിക്കായിരുന്നു. വായിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ട്. തുടർന്ന് വീണ്ടും അവൻ പറഞ്ഞു, അവളുടെ ഫോണിന് നേരത്തെ തന്നെ ചൂടാകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ പല തവണ പറഞ്ഞു മാറ്റാൻ, പക്ഷെ അവൾ കേട്ടില്ല. ഞാൻ ഭക്ഷണം വാങ്ങാൻ പോയ സമയം അവൾ ഫോണ് ചാർജിൽ വെച്ചിട്ട് കിടന്നുറങ്ങുകയായിരുന്നു. വന്ന് നോക്കിയപ്പോൾ ഞാൻ ഇതാണ് കണ്ടതെന്നും അവൻ പറഞ്ഞു. ഇത് കേട്ട് പോലീസ്, ശരി, നിങ്ങളുടെ സ്വദേശം ഏതാണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞത്, ഞങ്ങൾ ഹൻസൂർ ഭാഗക്കാരാണ്, ഞാൻ കല്ല് ഖനനവുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനാണ്. ഈ പ്രദേശത്ത് ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. എൻ്റെ വീട്ടിൽ ഭാര്യ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ബോറടിക്കും, അതുകൊണ്ട് ഇപ്രാവശ്യം ബിസിനസ്സിനായി വന്നപ്പോൾ ഞാൻ അവളെയും കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട പോലീസ്, ശരി സർ, നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫോറൻസിക് ടീം പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അടുത്ത നടപടികൾ ഞങ്ങൾക്ക് പറയാനാകൂ. അതുവരെയും നിങ്ങൾ ഈ ലോഡ്ജിന്റെ റിസപ്ഷനിൽ തന്നെ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു. 10 മിനിറ്റിനുള്ളിൽ തന്നെ ഫോറൻസിക് വിഭാഗം എത്തി. ക്രൈം സീൻ മുഴുവനും സീൽ ചെയ്ത് പരിശോധന തുടങ്ങി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എല്ലാ തെളിവുകളും ശേഖരിച്ച് അവർ പോലീസിനോട് പറഞ്ഞു, സർ, നിങ്ങൾ കരുതിയതുപോലെ ഇത് ഫോൺ അല്ലെങ്കിൽ ചാർജർ പൊട്ടിയ അപകടമൊന്നും അല്ല. മുറിക്കുള്ളിൽ എന്തോ ഒരു സ്ഫോടക വസ്തു വച്ചിട്ടുണ്ട്. ഈ കല്ല് ഖനികളിലൊക്കെ ഉപയോഗിക്കുന്ന ഡിറ്റോണേറ്റർ എന്നൊരു ചെറിയ ഉപകരണം, അതുപോലൊരു മിനി ഡിറ്റോണേറ്റർ ഉപകരണം ഉപയോഗിച്ചാണ് ഇവിടെ സ്ഫോടനം നടത്തിയത് എന്നവർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പോലീസ് ഞെട്ടിപ്പോയി. ഫോറൻസിക് ടീം പറഞ്ഞത് അത്രയും ഭീകരമായിരുന്നു. ആ ഡിറ്റോണേറ്റർ അവളുടെ വായിൽ വെച്ചിരുന്നു, അതാണ് പൊട്ടിത്തെറിച്ചത്. അതുകൊണ്ടാണ് അവളുടെ മരണം സംഭവിച്ചത്. അതായത് ഇത് പൂർണ്ണമായും ആസൂത്രിതമായ ഒരു കൊലപാതകമാണ്. ഇപ്പൊ പോലീസ് എല്ലാ ഡോട്ടും കണക്ട് ചെയ്യാൻ തുടങ്ങി. സിത്താരാജ് ആരാണ്? ഖനിയിൽ ഇടനിലക്കാരനായാണ് അയാൾ ജോലി ചെയ്യുന്നത്. ഖനിയിലെ ഈ വെടിമരുന്നുകൾക്കും ഡിറ്റോണേറ്ററിനുമുള്ള ആക്സസ് എല്ലാം അവനുണ്ട്. അതുകൊണ്ട് പോലീസിനുള്ള ഈ സംശയം കൂടുതൽ ശക്തമായി. ഈ കൊലപാതകം ഭർത്താവ് തന്നെ ആസൂത്രണം ചെയ്തതാകാം. പക്ഷെ മറ്റൊരു സംശയം വരുന്നുണ്ട്. അവന്റെ ഭാര്യ അകത്ത് ഒറ്റയ്ക്കായിരുന്നു. എങ്ങനെയാണ് അവന് പുറത്തു നിന്നും ഈ ഒരു സ്ഫോടനം ട്രിഗർ ചെയ്യാനാവുക? എങ്ങനെ അത് പൊട്ടിത്തെറിച്ചു? ഇതിന് ഫോറൻസിക് ടീം പറഞ്ഞത്, സർ, എല്ലാം ടെസ്റ്റ് ചെയ്ത ശേഷമേ ഞങ്ങൾക്കൊരു മറുപടി പറയാനാകൂ. എവിടെ നിന്നാണ് ട്രിഗർ ചെയ്തതെന്നും എങ്ങനെ പൊട്ടിച്ചു എന്നുള്ളതും പരിശോധിച്ച് കണ്ടെത്താമെന്നും പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു ആദ്യത്തെ നിഗമനം വ്യക്തമാണ്. ഇതൊരു അപകടമല്ല, കൃത്യമായി പ്ലാൻ ചെയ്തൊരു കൊലപാതകമാണ്. മുഖ്യപ്രതിയായ ഭർത്താവ് സിത്താരാജിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അടുത്ത ഘട്ടം ഈ ദർശിതയുടെ പോസ്റ്റ്മോർട്ടം ഫലം ലഭിക്കണം. എങ്കിൽ മാത്രമേ അടുത്ത ഘട്ട നടപടികൾ പോലീസിനെ കൊണ്ട് സ്വീകരിക്കാനാകൂ. അങ്ങനെ ഫലവും വന്നു. അതും വളരെ ഭീകരമായിരുന്നു. അവളുടെ ശരീരത്തിൽ നിരവധി പരിക്കുകൾ കണ്ടെത്തി. അതായത് സ്ഫോടനത്തിന് മുൻപ് തന്നെ ആരോ അവളെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. ശരീരത്തിലും തലഭാഗത്തും കനത്ത മുറിവുകൾ. ഫോറൻസിക് ചെയ്ത ഡോക്ടർ പറഞ്ഞു, ഈ ഒരു സ്ത്രീയെ ആദ്യം മർദ്ദിച്ചു, അതിനുശേഷം അയാൾ ഡിറ്റോണേറ്റർ വെച്ച് പൊട്ടിച്ചുവെന്ന്. അതായത് മരണത്തിന് മുൻപ് അവൾ അതിക്രമത്തിന് ഇരയായിട്ടുണ്ട്. കർണാടക പോലീസ് ഇപ്പോൾ ഈ സിത്താരാജിനെ വളരെ വിശദമായി ചോദ്യം ചെയ്തു. അതോടൊപ്പം ദർശിതയുടെ അമ്മയും അച്ഛനും താമസിക്കുന്ന ഈ ഹൻസൂർ പ്രദേശത്തേക്ക്
ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്താനായി പുറപ്പെട്ടു. അവരുടെ വീട്ടിലെത്താൻ ചില മീറ്ററുകൾ മാത്രം ബാക്കി നിൽക്കെ ഇതിനകം ആ വീടിനുള്ളിൽ 2-3 പോലീസുകാർ നിൽക്കുന്നത് ഇവർ കണ്ടു. എന്താണിത്? നമ്മളല്ലേ ആദ്യം അന്വേഷണം നടത്താനായി വരുന്നത്? പക്ഷേ പോലീസുകാർ ഇതിനകം ഇവിടെ നിൽപ്പുണ്ടല്ലോ. വല്ലാത്ത സംശയത്തോടു കൂടി ഈ പോലീസുകാർ മുന്നോട്ടു പോയി. അപ്പോഴാണ് അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു അതിശയകരമായ വെളിപ്പെടുത്തലുണ്ടായത്. കർണാടക പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി കേരള പോലീസും അവിടെ എത്തിയിരുന്നു. അവരും ഇവർ അന്വേഷിക്കുന്ന അതേ സ്ത്രീ ദർശിതയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കാനാണ് വന്നത്. ഇത് കണ്ട കർണാടക പോലീസ് പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലായി. ഈ സ്ത്രീ ഭർത്താവിനോടൊപ്പം ലോഡ്ജിൽ ചെക്ക് ഇൻ ചെയ്തു. അവിടെ വെച്ച് അവൾ കൊല്ലപ്പെട്ടു. പക്ഷെ അവളുടെ മാതാപിതാക്കളുടെ വീട്ടിലെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാനായി പോയപ്പോൾ എങ്ങനെയാണ് കേരള പോലീസ് അവിടെ എത്തിയത്? ഇതിനെക്കുറിച്ച് പോലീസുകാർ അന്വേഷിക്കുമ്പോൾ ഈ കേസിൽ വലിയൊരു ട്വിസ്റ്റ് തന്നെ പുറത്തു വന്നു. യഥാർത്ഥത്തിൽ ദർശിത കർണാടക സ്വദേശിനി ആയാലും അവൾക്ക് വിവാഹം നടന്നത് കേരളത്തിലെ കണ്ണൂരിൽ നിന്നുള്ള സുഭാഷ് എന്ന വ്യക്തിയുമായാണ്. സുഭാഷ് ദുബായിൽ ബസ് ഡ്രൈവറായി ജോലി ചെയ്യുന്നു. അതിനാൽ ദർശിത ഭർത്താവിന്റെ മാതാപിതാക്കളുടെ കൂടെ കണ്ണൂരിൽ താമസിച്ചു വരികയായിരുന്നു. 3 വയസ്സുള്ള ഒരു മകനുണ്ട്. കാര്യങ്ങൾ അറിഞ്ഞ് കർണാടക പോലീസ് വീണ്ടും അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ സ്ത്രീ അന്വേഷിക്കുന്നത്? എന്താണ് കേസെന്ന്? ഇപ്പോ കേരള പോലീസ് വിശദീകരിക്കാൻ തുടങ്ങി. ദർശിതയുടെ അമ്മായിയമ്മയായ KC സുമതി അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്വേഷിക്കാൻ വന്നത്. അവർ നൽകിയ പരാതി ഇങ്ങനെയായിരുന്നു: ഓഗസ്റ്റ് മാസം 22-ന് എന്റെ മരുമകൾ ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് കുട്ടിയെയും കൂട്ടി പുറപ്പെട്ടു. ഞാനും പോയി വാ എന്ന് പറഞ്ഞു. പക്ഷേ അവൾ എപ്പോൾ പോകും എന്നൊന്നും പറഞ്ഞില്ല. വൈകിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന 30 പവൻ സ്വർണവും 3-4 ലക്ഷം രൂപയും കാണാനില്ല. ഉടൻ തന്നെ ഞാൻ മരുമകളെ വിളിച്ചു നോക്കി. പക്ഷേ ഫോൺ എടുക്കുന്നില്ല. സാധാരണ അവൾ ഉടനെ എടുക്കും. ഇത്തവണ എടുത്തില്ല. കുറച്ച് പ്രാവശ്യം വിളിച്ചപ്പോൾ ഒരിക്കൽ ഒരു അജ്ഞാത പുരുഷൻ ഫോൺ എടുത്ത് ഹലോ എന്ന് വെച്ചു. ഉടനെ ഫോണും കട്ട് ചെയ്തു. അപ്പോൾ എനിക്കെന്തോ സംശയം തോന്നി. അവൾ എവിടെയെങ്കിലും പണവും സ്വർണവുമായി മുങ്ങിയതായിരിക്കുമോ? അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ? ഈ ഒരു ഭയത്തിലായിരുന്നു അവർ കണ്ണൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഒരു പരാതി നൽകിയത്. ഈ ഒരു കേസിന്റെ അന്വേഷണത്തിന് വേണ്ടിയാണ് കേരള പോലീസ് കർണാടകയിലേക്ക് എത്തിയത്. കണ്ണൂർ പോലീസുകാർ ആദ്യം ദർശിതയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ ഫോണിൽ ലഭ്യമായില്ല. അവസാനം നേരിട്ട് കർണാടകയിലേക്ക് എത്തി അന്വേഷണം തുടങ്ങി. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് കേരള പോലീസിനെ തന്നെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായത്. അവർ അന്വേഷിച്ചു വന്ന ആ സ്ത്രീ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കർണാടക സ്വദേശിനിയായ ദർശിത കേരളത്തിൽ വിവാഹം കഴിഞ്ഞു പോയി ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ എങ്ങനെയാണ് മൈസൂരിലെ ലോഡ്ജിൽ മറ്റൊരു പുരുഷനോടൊപ്പം എത്തിയത്? ആ പുരുഷൻ ആരാണ്? യഥാർത്ഥത്തിൽ അത് അവളുടെ ഭർത്താവ് തന്നെയാണോ? അല്ലെങ്കിൽ ഭർത്താവിന്റെ പേരിൽ മറ്റൊരാൾ താമസിച്ചോ? എന്തിനാണ് ഇവൾ ഈ ലോഡ്ജിലേക്ക് വന്നത്? എങ്ങനെ അവളെ കൊലപ്പെടുത്തി? അമ്മായിയമ്മ പറയുന്നത് പോലെ അവൾ തന്നെയാണോ ആ 4 ലക്ഷം രൂപയും 30 പവൻ സ്വർണവും എടുത്തത്? അല്ലെങ്കിൽ ഇതിന് പുറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളും ട്വിസ്റ്റുകളും നിറഞ്ഞ വളരെ വിചിത്രമായ യഥാർത്ഥ ക്രൈം കേസാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. ആ സ്ത്രീക്ക് ശരിക്കും എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കർണാടക പോലീസിനെ സംബന്ധിച്ചിടത്തോളം ദർശിത സിദ്ധാരാജ് എന്ന വ്യക്തിയോടൊപ്പം വന്ന് ലോഡ്ജിൽ താമസിച്ചു. ശരിക്കും അത് അവളുടെ ഭർത്താവാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നുള്ള രീതിയിൽ അന്വേഷണം പോയി. ഇതറിയാനായി അവന്റെ ഫോട്ടോ ദർശിതയുടെ അമ്മയെയും അച്ഛനെയും കാണിച്ചു. കൂടാതെ അമ്മായിയമ്മയോടും കാണിക്കുന്നു. എല്ലാവരും പറഞ്ഞത് ഇല്ലില്ല, ഇത് ദർശിതയുടെ ഭർത്താവല്ല, ഇത് മറ്റാരോ ആണ്. ഇത് തന്നെ ദർശിതയുടെ കുടുംബത്തിന് വലിയ ഞെട്ടലുണ്ടാക്കി. ഇപ്പോൾ ചോദ്യം, ദർശിതയ്ക്കും ഈ സിദ്ധാരാജ് എന്നയാൾക്കും യഥാർത്ഥത്തിൽ എന്താണ് ബന്ധം? ഇതേ സിദ്ധാരാജ് തന്നെയാണ് ഈ ഒരു കേസിലെ നമ്പർ 1 പ്രതി. പക്ഷേ ആദ്യം പോലീസ് അവനെ ഒരു കൊലപാതക കോണിലല്ല നോക്കിയത്. അവർ ആദ്യം അന്വേഷിച്ചത് ഈ 2 പേർക്കും ഇടയിൽ എന്താണ് ബന്ധമെന്നായിരുന്നു. കാരണം അത് മനസ്സിലാക്കിയാൽ കൊലപാതകത്തിന് പിന്നിലുള്ള മോട്ടീവ് കണ്ടെത്താൻ എളുപ്പമായിരിക്കും. അപ്പോൾ പോലീസ് സിദ്ധാരാജിനോട് ചോദിച്ചു, നിനക്ക് ദർശിതയുമായുള്ള ബന്ധം എന്താണെന്ന്. അവൻ പറഞ്ഞു, സർ, ദർശിതയുമായുള്ള എൻ്റെ ബന്ധം അത് വിവാഹത്തിന് മുൻപേ ഉണ്ടായിരുന്നു. ഞങ്ങൾ വളരെ നാളായി പ്രണയത്തിലായിരുന്നു. വിവാഹത്തിന് മുൻപും പലതവണ ഹോട്ടലുകളിൽ പോയി താമസിച്ചിട്ടുണ്ട്. പക്ഷേ അവളുടെ മാതാപിതാക്കൾ നിർബന്ധിച്ചത് കൊണ്ടാണ് അവൾ കണ്ണൂരിലെ സുഭാഷ് എന്നയാളെ വിവാഹം കഴിച്ചത്. അതിനുശേഷം അവൾ കണ്ണൂരിലേക്ക് പോയി.
അവൾ പോയതിനു ശേഷം എനിക്ക് അവളെ മറക്കാനായില്ല. അതുപോലെ തന്നെ അവൾക്കും എന്നെ മറക്കാനായില്ല. ഞങ്ങൾ തമ്മിൽ വീണ്ടും ബന്ധപ്പെടുകയും ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്തു. ദർശിത അമ്മയുടെ വീട്ടിലേക്ക് വരുമ്പോഴെല്ലാം ഞങ്ങൾ രഹസ്യമായി കാണാറുണ്ടായിരുന്നു. അവൾ ഭർത്താവിനോടും അമ്മായിയമ്മയോടും പറയുന്നത് സ്വന്തം അച്ഛനെയും അമ്മയും കാണാൻ പോകുന്നുവെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവൾ സിദ്ധാരാജിനൊപ്പം ഹോട്ടലിൽ താമസിക്കാനാണ് വരുന്നത്. ഇതെല്ലാം തുറന്നു പറഞ്ഞ സിദ്ധാരാജിനോട് പോലീസ് വീണ്ടും ചോദിച്ചു, ശരി, ഇനി നീ പറ, നീയാണോ അവളെ കൊലപ്പെടുത്തിയത്? എങ്ങനെയാണ് ചെയ്തതെന്ന്? ഒരു ഘട്ടത്തിൽ പോലീസ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. സത്യം പറയാത്ത പക്ഷം നിന്നെ അറസ്റ്റ് ചെയ്ത് തൂക്കുകയർ വാങ്ങിത്തരാൻ പോലും ഞങ്ങളെ കൊണ്ട് പറ്റുമെന്നും പറഞ്ഞു. ഇപ്പോൾ അവൻ കുറച്ചു നിമിഷം മൗനമായി നിന്ന് അവസാനം സമ്മതിച്ചു, അതെ സാർ, ദർശിതയെ ഞാൻ തന്നെയാണ് കൊലപ്പെടുത്തിയത്. ഈ ഒരു കൊലപാതകം മുൻകൂട്ടി തന്നെ ആസൂത്രണം ചെയ്തതായിരുന്നു. ഞാൻ ക്വാറിയിൽ ജോലി ചെയ്തതിനാൽ ഡെറ്റോണേറ്റർ എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് അതിനെ ഒരു ആകസ്മിക അപകടം പോലെ ആക്കണമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. അതിനാൽ ദർശിത എത്തുന്നതിന് മുൻപ് തന്നെ ഞാൻ ലോഡ്ജിൽ റൂം എടുത്തു. ക്വാറിയിൽ നിന്നും കൊണ്ടുവന്ന ഡെറ്റോണേറ്റ് ഞാൻ ചാർജർ ഓണാക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടുന്നിടത്ത് ഞാൻ സെറ്റ് ചെയ്തു. പ്ലാൻ എന്തെന്നാൽ അവൾ ഉറങ്ങുമ്പോൾ ചാർജർ ഓൺ ആക്കിയാൽ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ പോലീസ് കരുതും ചാർജർ പൊട്ടിയത് കൊണ്ടാണ് അവൾ മരിച്ചത് എന്ന്. ഇതിലൂടെ മരണം ഒരു സ്വാഭാവിക അപകടം പോലെ തോന്നണമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ മുറിയെടുത്തു. ആ സമയത്ത് ദർശിതയ്ക്ക് വിശക്കുന്നു, ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇതെനിക്ക് ശരിയായ സമയമാണെന്ന് തോന്നി. തുടർന്ന് ഞാൻ അവളെ ഒരുപാട് മർദ്ദിച്ചു, മുഖത്തും കൈകാലുകളിലും അടിച്ചു. അവൾക്ക് ബോധം നഷ്ടമായപ്പോൾ ഞാൻ ഡെറ്റോണേറ്റർ അവളുടെ വായിൽ വെച്ചു. പിന്നീട് ചാർജർ പ്ലഗ് ഇൻ ചെയ്തു. ഞാൻ മുറിയിൽ നിന്നും പുറത്തേക്കും പോയി. അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഡെറ്റോണേറ്റർ പൊട്ടിത്തെറിച്ച് അവളുടെ മുഖം പൂർണ്ണമായും തകർന്നിരുന്നു. വായിലൂടെ പൊട്ടിത്തെറിച്ചതിനാൽ മരണം സ്വാഭാവിക അപകടം പോലെ തോന്നി. അതിനാൽ പോലീസ് ഈ ഒരു കേസ് ഫോൺ ചാർജ് പൊട്ടി മരണം സംഭവിച്ചു എന്ന രീതിയിൽ കേസ് ക്ലോസ് ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവൻ കരുതിയതുപോലൊന്നും ഈ കേസ് പോയില്ല. പോലീസിന്റെ അന്വേഷണം തുടർന്നപ്പോൾ അവന്റെ തന്നെ സമ്മതത്തിൽ നിന്നാണ് ഈ ഭീകരമായ പ്രണയവും വഞ്ചനയും നിറഞ്ഞ കൊലപാതകത്തിന്റെ സത്യങ്ങൾ പുറത്തു വന്നത്. പോലീസ് ഈ ഫോറൻസിക് ടെസ്റ്റുകൾ വഴി എളുപ്പത്തിൽ ഇതെല്ലാം കണ്ടെത്തുമെന്ന് സിദ്ധാരാജ് ഒരിക്കൽ പോലും കരുതിയില്ല. അവൻ വിചാരിച്ചത് ഇതൊക്കെ ഒരു അപകടം പോലെ തോന്നും, ആർക്കും മനസ്സിലാകില്ല എന്ന്. പക്ഷേ ശാസ്ത്രം ഒരിക്കലും സത്യത്തെ മറച്ചു വെക്കില്ല. പോലീസിനിപ്പോ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കിട്ടി. പക്ഷെ ഇപ്പോഴും അവശേഷിക്കുന്നത് എന്താണ് മോട്ടീവ്? നീ അവളെ കൊന്നു, ശരി, എന്തിനാണ് അവളെ കൊന്നത്? ഇതിന് സിദ്ധാരാജ് പറഞ്ഞ മറുപടി എല്ലാവരെയും ഞെട്ടിച്ചു. അവൻ പറഞ്ഞത്, സർ, ദർശിതയെ ഞാൻ പല തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ശാരീരികമായുള്ള ഒരു ബന്ധം മാത്രമല്ല, അവളിൽ നിന്ന് ഞാൻ പണം പോലും വാങ്ങിയിട്ടുണ്ട്. എനിക്ക് കടബാധ്യതകൾ ഉണ്ടായിരുന്നു. അവളോട് പറഞ്ഞ് ഞാൻ ചെറിയ ചെറിയ സഹായം ചോദിച്ചു. 2 മാസത്തിൽ തിരികെ നൽകാമെന്നും പറഞ്ഞ് ഞാൻ അവളിൽ നിന്നും പണം വാങ്ങി. ദർശിതയുടെ ഭർത്താവ് ദുബായിൽ ബസ് ഡ്രൈവർ ആയിരുന്നു. അവൻ രാത്രിയും പകലും ജോലി ചെയ്ത് സമ്പാദിച്ച പണം വീട്ടിലേക്ക് അയക്കും. അവൾ ആ പണമെല്ലാം സൂക്ഷിച്ചു വച്ചിരുന്നു. അതിൽ നിന്ന് അവൾ സിദ്ധാരാജിന് 1 ലക്ഷം രൂപ കൊടുത്തു. പക്ഷെ തിരിച്ച് പണം കിട്ടിയില്ല. അതിനിടയിൽ ദുബായിലുണ്ടായിരുന്ന ഭർത്താവ് ഈ നാട്ടിലുള്ള ഭാര്യയെയും മകനെയും തന്നോടൊപ്പം ദുബായിലേക്ക് കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചു. അവിടെ താമസിക്കാനായി വീട് നോക്കണം. അതിന് പണം ഒരുപാട് ചിലവാകും. അതുകൊണ്ട് തന്നെ ഭാര്യയോട് ഭർത്താവ് വിളിച്ചു പറഞ്ഞു, നിന്റെ കയ്യിലുള്ള പണമെല്ലാം എടുത്തു വച്ചോ, നമുക്ക് ഇവിടെ ഒരു വീട് നോക്കാമെന്ന്. ഇത് കേട്ട ദർശിത ഭയപ്പെട്ടു. കാരണം ഇപ്പോൾ പണമൊന്നും അവളുടെ പക്കലില്ല. അത് മുഴുവനും അവളുടെ ഈ കള്ളക്കാമുകനായ സിത്താരാജിനെടുത്ത് കൊടുത്തിരുന്നു. അതുകൊണ്ട് ദർശിത വീണ്ടും വീണ്ടും സിത്താരാജിനോട് പണം ആവശ്യപ്പെടാൻ തുടങ്ങി. 1 മാസത്തിനുള്ളിൽ പണം തരണം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ചോദിച്ചാൽ എല്ലാ കള്ളങ്ങളും പുറത്തു വരും, എൻ്റെ ജീവിതം തന്നെ നശിക്കും. ഇങ്ങനെ അപേക്ഷിച്ചു കൊണ്ടിരുന്ന ദർശിത ഒരു ഘട്ടത്തിൽ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ശരിക്കും സിത്താരാജ് കടത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അവന് പണം എവിടെ നിന്ന് കൊണ്ടുവരാൻ കഴിയും? അവനും ഇത് വല്ലാത്തൊരു പകയായി മാറി. ഇപ്പൊ അവൻ വിചാരിച്ചു, ഇവൾ ഇനി ജീവിച്ചിരിക്കേണ്ട ആവശ്യം ഇല്ല. അവൾ ഇല്ലെങ്കിൽ ആരും ഒന്നും അറിയില്ല. എനിക്ക് അവൾ പണം തന്നു എന്നതോ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുള്ളതോ ആർക്കും അറിയില്ല. അങ്ങനെ അവൻ തീരുമാനിച്ചു, കൊലപാതകമാണ് ഏക വഴിയെന്ന്. അങ്ങനെ എല്ലാ പദ്ധതികളും തയ്യാറായി. ഡെറ്റോണേറ്ററും വയറും ചാർജറും എല്ലാം തയ്യാറാക്കി. ദർശിതയെ വിളിച്ചു. ഞാൻ 1 ലക്ഷം രൂപ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നീ വന്നാൽ മതി, തരാമെന്നും പറഞ്ഞു. അവളത് വിശ്വസിച്ചു. 2 പേരും ലോഡ്ജിൽ താമസിച്ചു. ആദ്യ മണിക്കൂറുകളിൽ വളരെ സന്തോഷം, ചിരി, സംസാരം എല്ലാം നന്നായി പോയി. പക്ഷേ ഒരു ഘട്ടത്തിൽ അവൾ പണം ചോദിച്ചു. അവളുടെ ശബ്ദത്തിന്റെ ഉറപ്പ് കൂടി വന്നു. സത്യത്തിൽ സിത്തരാജിന്റെ കയ്യിൽ പണമൊന്നും ഇല്ലല്ലോ. തർക്കം അങ്ങനെ കൂടി. അതൊരു വൻ വഴക്കായി മാറി. അവൻ ദേഷ്യപ്പെട്ട് അവളെ അടിക്കാൻ തുടങ്ങി. മുഖത്തും കൈകളിലും തലയിലും എല്ലായിടത്തും അടിച്ചു. ഒരു ഘട്ടത്തിൽ അവൾക്ക് ബോധം നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവന്റെ ആ ഭീകരമായ പദ്ധതി നടപ്പിലാക്കി.
അവൾ ബോധരഹിതയായിരിക്കുമ്പോൾ അവൻ ഡെറ്റോണേറ്റ് അവളുടെ വായിൽ വെച്ച് ചാർജർ ഓൺ ചെയ്തു. എന്നിട്ട് പെട്ടെന്ന് പുറത്തേക്കിറങ്ങി. ചില മിനിറ്റുകൾക്ക് ശേഷം ഒരു വലിയ പൊട്ടിത്തെറി. ലോഡ്ജ് മുറി പുക കൊണ്ട് നിറഞ്ഞു. ദർശിത മരിച്ചു കിടക്കുകയാണ്. സിത്തരാജ് വിചാരിച്ചു, ഇതൊരു അപകടം പോലെ തോന്നും, ഫോൺ ചാർജർ പൊട്ടിയെന്നൊക്കെ പോലീസ് കരുതുമെന്ന്. പക്ഷേ അതൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. ഫോറൻസിക് തെളിവുകൾ എല്ലാം തന്നെ പുറത്തെടുത്തു. അവന്റെ സത്യം വെളിച്ചത്ത് വന്നു. ഇതൊരു പണത്തിനായിട്ടുള്ള കൊലപാതകമാണെന്ന് വ്യക്തമായി. പക്ഷെ അപ്പോഴും ഒരു സംശയം ബാക്കി വന്നു. കണ്ണൂരിലെ വീട്ടിൽ നിന്നും കാണാതായ 30 പവൻ സ്വർണവും ഈ 4 ലക്ഷം രൂപയും അതെവിടെ? അത് ദർശിത തന്നെയാണോ കൊണ്ടുപോയത്? അല്ലെങ്കിൽ അതെല്ലാം സിത്തരാജിന്റെ കൈകളിലുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്നും പോലീസ് അന്വേഷിക്കുകയാണ്. സിത്തരാജിന്റെ ഈ കുറ്റസമ്മതത്തിന് ശേഷം പോലീസ് ആദ്യം അവളുടെ വീട്ടിൽ പരിശോധന നടത്തി. പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. കേരളത്തിൽ നിന്നും കൊണ്ടുവന്നു എന്ന് പറഞ്ഞ പണവും സ്വർണവും ഒന്നും അവിടെ ഇല്ലായിരുന്നു. അടുത്തതായി പോലീസുകാർ പോയത് സിത്തരാജിന്റെ വീട്ടിലേക്കാണ്. അവിടെ അവർക്ക് പണമൊന്നും കണ്ടെത്താനായില്ല. പക്ഷെ നിരവധി ആഭരണങ്ങൾ കണ്ടെടുത്തു. പക്ഷെ അവിടെയും പോലീസുകാർക്ക് വലിയൊരു ഞെട്ടലുണ്ടായി. ഈ ആഭരണങ്ങളെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഗോൾഡ് ആയിരുന്നു. ഇതോടെ പോലീസുകാർ പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലായി. അവർക്കുള്ളൊരു ചോദ്യം, അവൾ തന്നെയാണോ ശരിക്കും സ്വർണവും പണവും എടുത്തുകൊണ്ടുവന്നത്? അങ്ങനെയാണെങ്കിൽ അതെല്ലാം എവിടെ എന്ന ചോദ്യം വന്നു. പക്ഷെ എന്തുകൊണ്ട് ഈ സിത്താരാജ് എന്നയാളുടെ വീട്ടിൽ ഈ ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളെല്ലാം ഇരിക്കുന്നു? ഇങ്ങനൊരു ചോദ്യം വന്നു. ഇപ്പൊ പോലീസിന് മുന്നിൽ 2 തിയറികളാണ് വന്നത്. ഒന്നാമത്തെ തിയറി, ദർശിത അമ്മായിയുടെ വീട്ടിൽ നിന്നും ഈ സ്വർണവും പണവും മോഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കാം. അതൊരു പക്ഷേ സിത്താരാജ് ആവശ്യപ്പെടുകയാണെങ്കിൽ അവന് നൽകാം എന്ന രീതിയിൽ കൊണ്ടുവന്ന് കാണും. രണ്ടാമത്തെ തിയറി, ദർശിതയും സിത്താരാജും ഒരുമിച്ച് എവിടെയെങ്കിലും ഒളിച്ചൂടാൻ തീരുമാനിച്ചിട്ടുണ്ടാകാം, പുതിയ ജീവിതം തുടങ്ങാൻ, ആ ഒരു ആശയത്തിൽ. അതുകൊണ്ട് അവൾ പണവും സ്വർണവും എടുത്തുകൊണ്ടുവന്നിട്ടുണ്ടാകാം. പക്ഷെ ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ആ പണവും സ്വർണവും എവിടെ? അവൾ മോഷ്ടിച്ച ഈ ആഭരണങ്ങൾ തന്നെയാണോ ഇപ്പോ ഈ ഗോൾഡ് കവറിംഗായി മാറിയത്? ആരാണ് ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങൾ തയ്യാറാക്കിയത്? എന്തിനു വേണ്ടി? ഇത് പോലീസ് സിത്താരാജിനോട് തന്നെ നേരിട്ട് ചോദിച്ചു. നിന്റെ വീട്ടിൽ ഈ കവറിംഗ് ആഭരണങ്ങൾ എങ്ങനെ വന്നുവെന്ന്. ഇതിന് സിത്താരാജ് നൽകിയ മറുപടി, സർ, ദർശിത തന്നെയാണ് ഇത് കൊണ്ടുവന്നത്. അവളും എനിക്ക് തന്നു. അത് യഥാർത്ഥ സ്വർണമാണെന്നാണ് ഞാനും കരുതിയത്. നിങ്ങൾ പറഞ്ഞതിനു ശേഷം മാത്രമേ എനിക്കും അറിയാവൂ ഇത് കവറിംഗ് ആഭരണങ്ങളാണെന്ന്. പക്ഷെ പോലീസിന് ഇവന്റെ മറുപടിയിൽ ഒട്ടും വിശ്വാസം വന്നില്ല. പോലീസ് കരുതിയത് ദർശിത സത്യത്തിൽ തന്റെ കാമുകനോടൊപ്പം ജീവിക്കാൻ ഒളിച്ചോടാനായിരിക്കാം ഈ പണവും സ്വർണവും എല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ടാവുക. പക്ഷേ സിത്താരാജിന് ഇതിനകം തന്നെ ക്രൂരമായൊരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അവളെ വഞ്ചിച്ച് അവളുടെ സ്വർണവും പണവും എല്ലാം കവർന്നെടുത്ത് അവളെയും കൊലപ്പെടുത്തി. അവളുടെ പണം എവിടെ പോയി എന്ന് ഇന്നും അറിയില്ല. പക്ഷേ ഒരേ ഒരു കാര്യം ഉറപ്പായി, കൊലപാതകം നടത്തിയതും ഡെറ്റോണേറ്റ് പൊട്ടിച്ചതും സിത്താരാജ് തന്നെയാണ്. പക്ഷെ ഇവിടെ വീണ്ടും ഒരു ഭാഗം മാത്രം അവ്യക്തമാണ്. പണവും സ്വർണവും എവിടെ? അത് ഇന്നും മറഞ്ഞിരിക്കുകയാണ്. ഈ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഇത് ഏകദേശം ഒരു 2 മാസത്തിന് മുൻപ് സംഭവിച്ചതായതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. ഈ 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും എവിടെ പോയി എന്നത് ഇന്നും അറിയില്ല. ഇതിനു പുറകെ കേരള പോലീസ് മറ്റൊരു സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. ദർശിതയുടെ അമ്മായിയമ്മയായ സുമതി, അവരൊരു പക്ഷെ ദർശിതയുടെ പേരിൽ കള്ളപ്പരാതി നൽകിയതായിരിക്കുമോ? ഇതിനുള്ള മറുപടിയും ഇനി ലഭിക്കേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം മറക്കരുത്, ഇതെന്തായാലും ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ്. ഇത്തരം ബന്ധങ്ങളിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് പണം കൊടുത്താൽ അത് തിരിച്ച് ലഭിക്കുമോ? ഉത്തരം അപൂർവമാണ്. പണം ചോദിക്കുമ്പോൾ ഒരു പക്ഷെ അവൻ പറയും, നിനക്കും എനിക്കും ഇങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നല്ലോ, ഞാൻ നിന്റെ ഭർത്താവിനോട് അത് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ നീ തന്നെയല്ലേ എൻ്റെ കൂടെ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടത്, നിന്റെ ഭർത്താവിനോടോ അല്ലെങ്കിൽ മറിച്ച് നിന്റെ ഭാര്യയോടോ ഞാനിത് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. പണം കൊടുത്തയാളുടെ ജീവിതം തകർക്കുകയും ചെയ്യുന്നവരാണ് പലരും. അതിനാൽ ഇത്തരം ഇല്ലീഗൽ റിലേഷൻഷിപ്പ് തന്നെയാണ് വലിയ പ്രശ്നം. അതിനുള്ളിൽ കടം കൊടുക്കുന്നത് അത് അതിലും വലിയ അപകടമാണ്. ഇവിടെ സിത്താരാജ് ദർശിതയെ കൊന്നതിന് പിന്നിലെ മോട്ടീവ് അതും പണം തന്നെയാണ്. അവൾ അത്രയും സ്വർണവും പണവും എല്ലാം അവന് കൊടുത്തു. അത് അവർക്കിടയിൽ മാത്രമേ അറിയുകയുള്ളൂ. പിന്നെ എന്ത് ചെയ്യും അവൻ? അവളെ കൊന്നുകളഞ്ഞു. ഇനി ആരും അറിയില്ലല്ലോ. തനിക്ക് അവൾ പണം തന്നു, ഈ ഒരു ബന്ധത്തിന്റെ കാര്യം ആരും അറിയില്ല, അവനും സുഖമായി ജീവിക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ അവൻ കൊലപാതകം ചെയ്യാൻ തീരുമാനിച്ചു. ഇതുപോലുള്ള കേസുകൾ ഞാൻ മുൻപും കണ്ടിട്ടുണ്ട്. ഒരു സ്ത്രീ തന്റെ സുഹൃത്തിന് രഹസ്യമായി പണം കൊടുക്കുന്നു, ഭർത്താവിനോ കുടുംബത്തിനോ അറിയാതെ. പിന്നെ സുഹൃത്ത് തിരിച്ചു തരാതെ പോകുമ്പോൾ ആ സ്ത്രീ വീണ്ടും വീണ്ടും ആവശ്യപ്പെടും. ആ പുരുഷൻ പിന്നെ ഭീഷണിപ്പെടുത്തും, നീ എനിക്ക് പണം തന്നത് ഞാൻ നിന്റെ ഭർത്താവിനോട് പറയട്ടെ എന്നൊക്കെ. ഇങ്ങനെ കാര്യങ്ങൾ വഷളാവുകയും പിന്നെ പലപ്പോഴും കൊലപാതകത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഒരു സംഭവത്തിലെ ഏറ്റവും വലിയൊരു ഗുണപാഠം, കടം കൊടുക്കുന്നതും വാങ്ങുന്നതും രണ്ടും അപകടകരമാണ്. അതിൽ കൂടിയും അപകടം രഹസ്യമായി ആരെയും അറിയിക്കാതെ കടം കൊടുക്കുന്നതാണ്.
നിങ്ങൾ പണം കൊടുക്കുമ്പോൾ അത് തെളിവുകളോടുകൂടി കൊടുക്കുക. കുറഞ്ഞത് അമ്മയോ അച്ഛനോ ഭർത്താവോ ഭാര്യയോ അല്ലെങ്കിൽ ഒരു സുഹൃത്തോ ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം. അങ്ങനെ മൂന്നാമതൊരാൾ അറിഞ്ഞിരിക്കുമ്പോൾ കടം വാങ്ങുന്ന വ്യക്തിക്ക് ഒരു ചിന്തയുണ്ടാകും, ഈ പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകുമെന്ന്. അപ്പോൾ മാത്രമേ നാളെ ഒരിക്കൽ ആ വ്യക്തി നിങ്ങളെ വഞ്ചിക്കാനോ കൊലപ്പെടുത്താനോ ഉള്ള സാധ്യതകൾ കുറയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുകയാണ്, പണം കടം കൊടുക്കരുത്, വാങ്ങുകയും അരുത്. പക്ഷെ കൊടുക്കേണ്ടി വന്നാൽ ഒരു തെളിവോടെയും മറ്റുള്ളവർക്ക് അറിയാവുന്ന രീതിയിലും കൊടുക്കുക. അത് മാത്രമേ നമ്മെ രക്ഷിക്കാനാവുകയുള്ളൂ. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇതുവരെയും കണ്ട് ഇപ്പോഴും ലൈക്ക് ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി വീണ്ടും കാണാം.